തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ ആദ്യത്തെ നിലയിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാരിന് കീഴ്വശത്തായി സൂര്യൻ വരുന്ന മാർഗം ആരും കണ്ടില്ലെന്നാലും അപ്പൊരുൾ അങ്ങ് ഉണ്ടാം. നീരിനും തീക്കും മധ്യഭാഗത്ത് ഉദിച്ചിടുന്നോനാരും പോയി തൊടാതുള്ള സൂര്യനെ അണഞ്ഞിടാം. അപ്പോൾ സൂര്യനെ തൊടാൻ കഴിയും, സൂര്യനെ പ്രാപിക്കാൻ കഴിയുമെന്നാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. സൂര്യനെ നമുക്ക് തൊടാനും സൂര്യനെ അണയാനും സൂര്യനോട് ചേരാനും ഒരു സാധകന് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം എന്താ? നീരിനും തീക്കും മധ്യഭാഗത്ത് ഉദിച്ചിടുന്നു. അദ്ദേഹം ഭഗവാൻ സാദിത്യൻ എവിടെയാണ് ഉദിക്കുന്നത്? നീരിനും തീക്കും ഇടയ്ക്കാണ് ഉദിക്കുന്നത്. അപ്പോൾ നീര് ജലാംശം, തീയ അഗ്നി. അപ്പോൾ ശരീരത്തിലെ ജലാംശത്തിനും അഗ്നിയംശത്തിനും ഇടയ്ക്കുള്ള ചക്രത്തിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് സൂര്യൻ ഉദിക്കുന്നത്. അതായത് പൃഥ്വിതത്വത്തിനും അതേപോലെ തന്നെ അഗ്നിതത്വത്തിനും ഇടയിലുള്ള ശരീരത്തിലെ ചക്രഭാഗത്താണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ്, ഷഡാധാരങ്ങളിൽ തന്നെയാണ് സൂര്യൻ ഉദിച്ച് വികസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സൂര്യനെ തൊടാനും അതിനെ അണയാനും അതിലലിഞ്ഞു ചേരാനും ഒരു പ്രയാസവുമില്ല. അപ്പോൾ സൂര്യനും മനുഷ്യ ശരീരവും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ജലാംശത്തിൻ്റെയും അതേപോലെ അഗ്നിയംശത്തിൻ്റെയും ഇടയ്ക്കാണ് സൂര്യൻ ഉദിച്ച് ഉയരുന്നത്. ഇനി നോക്കൂ, പാരിന് ഇത് വെഷ്ടിയുടെ കാര്യത്തിൽ. ഇനി സമഷ്ടിയുടെ കാര്യത്തിൽ എന്താണ്? പാരിന് കീഴ്വശത്ത് സൂര്യൻ വരുന്ന മാർഗം ആരും കണ്ടില്ലെന്നാലും ആ പൊരുളെങ്ങുമുണ്ടാം. സൂര്യൻ എവിടെയാണ് സമഷ്ടിയിൽ ഉദിക്കുന്നത്? പാരിന് കീഴ്വശത്ത്, പാരിൻ്റെ കീഴിലാണ്, ഭൂമിയുടെ കീഴിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ആ സൂര്യൻ വരുന്ന മാർഗം ആരും കണ്ടില്ലെന്നാലും ആ പൊരുളെങ്ങുമുണ്ടാം. ആ സൂര്യപ്രകാശം എവിടെയും പ്രകാശിച്ചു നിൽക്കുന്നു. അപ്പോൾ സമഷ്ടിയുടെ ഭാഗത്ത് സൂര്യോദയം എന്ന് പറയുന്നത് പാരിൻ്റെ ഭൂമിയുടെ അടിഭാഗത്താണ്. പിന്നെ അതിൻ്റെ സൂര്യൻ വരുന്ന മാർഗം, സൂര്യമാർഗം ആരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ മാർഗം അറിഞ്ഞവർക്ക് തീർച്ചയായിട്ടും സൂര്യലയനം സംഭവിക്കും. അപ്പോൾ ഒരു വ്യഷ്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ സൂര്യമാർഗം ഏതാണെന്ന് കണ്ടെത്തുക. സൂര്യമാർഗം ഏതാണെന്ന് മനസ്സിലാക്കി സൂര്യൻ്റെ സഞ്ചാരപഥം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ സൂര്യമാർഗത്തിലൂടെ യാത്ര ചെയ്യുക. അങ്ങനെ സൂര്യമാർഗത്തിലൂടെ യാത്ര ചെയ്താൽ സൂര്യനുമായി ഒന്നിച്ചു ചേരാൻ കഴിയും. ഇവിടെയാണ് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യന് തന്നെ 2 മാർഗങ്ങളുണ്ട്. സൂര്യമാർഗമെന്നും ചന്ദ്രമാർഗം എന്നും പറയുന്നത്. ചന്ദ്രമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വീണ്ടും അനേകം ജന്മങ്ങൾ കടന്നിട്ട് വേണം സൂര്യമാർഗത്തിലേക്ക് എത്തിച്ചേരാൻ. ആത്യന്തികമായ പഥം എന്ന് പറയുന്നത്, ആത്യന്തികമായ വഴി എന്ന് പറയുന്നത് സൂര്യമാർഗമാണ്. ആ സൂര്യമാർഗത്തിലൂടെ ചരിക്കുക. ആ സൂര്യമാർഗം എന്താണെന്ന് മനസ്സിലാക്കി സൂര്യഹൃദയത്തിൽ അലിഞ്ഞു ചേരാൻ ശ്രമിക്കുക. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സൂര്യമാർഗവും ചന്ദ്രമാർഗവും നാം അറിഞ്ഞിരിക്കണം.
അതിന് യോഗശാസ്ത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് ചില മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് സൂര്യനാഡി എന്നും ചന്ദ്രനാഡി എന്നും 2 നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ആ സൂര്യനാഡി എന്ന് പറയുന്നത് പിങ്കളയാണ്, ഇടത് നാഡി എന്ന് പറയുന്നത് ചന്ദ്രക്കലയാണ്, വലത് നാഡി സൂര്യനാഡിയാണ്, അത് പിങ്കളയാണ്. അപ്പോൾ ഇട പിങ്കള എന്നീ നാഡികളാണ് സത്യം പറഞ്ഞാൽ ഈ സൂര്യമാർഗവും ചന്ദ്രമാർഗവും. അങ്ങനെ സൂര്യമാർഗത്തിലൂടെ യാത്ര ചെയ്താൽ സൂര്യനിൽ നമുക്ക് ലയിച്ചു ചേരാൻ കഴിയും. പിന്നീട് ജന്മങ്ങളൊന്നുമില്ലാത്ത പരമമോക്ഷപദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് ശരീരത്തിലും സംഭവിക്കുന്നുണ്ട്. അതായത് താഴെ, പാരിന് താഴെ, അതായത് പൃഥ്വി തത്വത്തിനും അതേപോലെ അഗ്നി തത്വത്തിനും ഇടയ്ക്ക്, അതായത് മൂലാധാരം കഴിഞ്ഞുള്ള ആ ഭാഗത്താണ് സൂര്യ ഭഗവാൻ ഉദിക്കുന്നത് എന്ന് പറയുന്നത്. അവിടെ നിന്നും മേലോട്ട് ഷഡാധാരങ്ങളുടെ സഹസ്രാരത്തിൽ എത്തിച്ചേരുന്നു. അതാണ് സൂര്യൻ്റെ മാർഗം. അപ്പോൾ ഈ ഷഡാധാര ചക്രങ്ങളിലൂടെ ശക്തിയെ, കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാരത്തിൽ ലയിപ്പിക്കുന്ന യോഗമാർഗത്തെക്കുറിച്ച് കൂടി ഇവിടെ ഈ സൂര്യമാർഗത്തിൽ തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നു. നോക്കൂ, പാരിന് കീഴ്വശത്ത് ആ സൂര്യൻ വരുന്ന മാർഗം ആരും കണ്ടില്ല, എന്നാലും ആ പൊരുൾ എങ്ങുമുണ്ടാം. നാം കണ്ടില്ലെങ്കിലും സൂര്യരശ്മികൾ എല്ലായിടത്തുമുണ്ട്. അതായത് ആ ആത്മാംശം എല്ലായിടത്തും, സർവം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മമാണ് എന്ന് സങ്കല്പം. ആ സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ സൂര്യ തേജസ്സിനെ എങ്ങുമുണ്ട് എന്ന് സത്യം മനസ്സിലാക്കുക. നീരിനും തീയ്ക്കും മധ്യ ഭാഗത്ത് ഉദിച്ചിടുന്നോ, ആരും പോയി തൊടാതുള്ള സൂര്യനെ അണഞ്ഞിടാം. ആരും തൊടാത്ത ആ സൂര്യനെ നമുക്ക് ആത്മസാക്ഷാത്കരിക്കാൻ കഴിയും. അപ്പോൾ ശരീരത്തിലുള്ള സൂര്യൻ്റെ ആ സഞ്ചാരവീഥി എന്താണെന്ന് മനസ്സിലാക്കുക. ഇടകല പിങ്കള എന്ന സൂര്യചന്ദ്ര നാഡികളിലൂടെയുള്ള ആ സഞ്ചാരപഥം എന്താണെന്ന് മനസ്സിലാക്കി ആ സൂര്യനാഡിയിലൂടെ, ആ സൂര്യപഥത്തിലൂടെ സഞ്ചരിക്കുക എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇത് തന്നെയാണ് യോഗശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നോക്കൂ, മണ്ണിന് ചുറ്റും പ്രകാശം തരുന്ന സൂര്യൻ വിണ്ണിനും അതുപോലെ ചൂടും പ്രകാശവും നൽകും. കണ്ണിന് കാഴ്ചയേകി ആനന്ദം വിളയിച്ചിട്ട് എണ്ണുന്ന നാളിലെല്ലാം ഒത്ത പോലിരുന്നിടും. ഇനി സൂര്യൻ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ്റെ പ്രവൃത്തികൾ എന്താണ്? മണ്ണിന് ചുറ്റും പ്രകാശം തരുന്ന സൂര്യൻ ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ നിറയെ പ്രകാശം വർഷിക്കുന്ന ദേവനാണ് സൂര്യൻ. അപ്പോൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന സൂര്യൻ്റെ രശ്മികൾ നാം സ്വായത്തമാക്കുക. അതുപോലെ ഇത് മണ്ണിന് മാത്രമല്ല, വിണ്ണിനും അതുപോലെ ചൂടും പ്രകാശവും നൽകും. വിണ്ണിനും ചൂടും പ്രകാശവും നൽകുന്നു. അപ്പോൾ മണ്ണിനും വിണ്ണിനും ഒരേപോലെ ചൂടും പ്രകാശവും നൽകുന്നു. മാത്രമല്ല, വ്യക്തിയുടെ കണ്ണിന് കാഴ്ചയേകി, വ്യക്തിയുടെ കണ്ണിന് കാഴ്ച നൽകുന്നത് ആ സൂര്യദേവൻ്റെ പ്രകാശമാണ്. കാഴ്ചയ്ക്ക് ആനന്ദം വിളയിക്കുന്നു, ബ്രഹ്മാനന്ദം വിളയിക്കുന്നു. ഇത് നാം മനസ്സിലാക്കുക. അപ്പോൾ സൂര്യൻ മണ്ണിലും വിണ്ണിലും പ്രകാശവും ചൂടും നൽകുന്നു. മാത്രമല്ല, വ്യക്തിയുടെ കണ്ണിന് കാഴ്ച നൽകുന്നതും അതിലൂടെ ആനന്ദം നൽകുന്നതും സൂര്യനാണ്. ഇവിടെ സൂര്യൻ എന്നുള്ളത് ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക, ശിവൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശിവബ്രഹ്മം തന്നെയാണ് ഇവിടെ സൂര്യനായിട്ട് തിരുമൂലദേവൻ കാണുന്നത്. അപ്പോൾ സൂര്യനെ നില മനസ്സിലാക്കുന്നതിലൂടെ, സൂര്യൻ്റെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിലൂടെ നാം നമ്മിലെ സൂര്യനെ പ്രകാശത്തിൻ്റെയും ചൂടിൻ്റെയും ലോകത്തിലേക്ക് നയിക്കുകയാണ്. അതാണ് ഇരുട്ടിൽ, അന്ധകാരത്തിൽ കിടന്ന് നരകിക്കുന്ന മനുഷ്യാത്മാവിന് ചൂടും വെളിച്ചവും നൽകുന്ന
സൂര്യനെ നാം തിരിച്ചറിയുക. ആ സൂര്യൻ്റെ സഞ്ചാരപഥത്തിലൂടെ യാത്ര ചെയ്യുക. ആ സൂര്യൻ്റെ സഞ്ചാരപഥത്തിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ആനന്ദത്തിൻ്റെ, കാഴ്ചയുടെ ലോകത്ത്, ആനന്ദം നൽകുന്ന ലോകത്ത് എത്തിച്ചേരാം. അതാണ് ശിവാനന്ദം. ആ ശിവാനന്ദത്തിൽ മുഴുകി നമുക്ക് ജീവിക്കാൻ കഴിയും. ഇത് തന്നെയാണ് ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ. നമുക്ക് അതുകൂടി നോക്കാം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇതാ നോക്കൂ, ഞാനതിൻ്റെ മലയാള അർത്ഥം മാത്രമേ വായിക്കുന്നുള്ളൂ. ആദിത്യൻ വടക്കുദിക്കുകയും തെക്ക് അസ്തമിക്കുകയും ചെയ്യുന്നുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് മേൽഭാഗത്ത് ഉദിക്കുകയും കീഴ്ഭാഗത്ത് അസ്തമിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവൻ സാധ്യന്മാരുടെ സ്വരാജ്യാധിപത്യം പ്രാപിക്കുന്നു. അപ്പോൾ സാധകന്മാർക്ക് സ്വരാജ്യം നേടിക്കൊടുക്കുന്നവനാണ് സൂര്യഭഗവാൻ. പിന്നെ നോക്കൂ, അനന്തരം അവിടെ നിന്ന് മുകളിലോട്ട് ബ്രഹ്മസ്വരൂപമായി ഉയർന്ന് പിന്നീട് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല, ഏകനായി മധ്യത്തെ സ്ഥിതി ചെയ്യുന്നു. കണ്ടോ, അനന്തരം അവിടെ നിന്ന് മുകളിലേക്ക്, അതായത് പൃഥ്വിതത്വത്തിലും അഗ്നിതത്വത്തിനും ഇടയ്ക്ക് ഉദിക്കുന്ന, ശരീരത്തിൽ ഉദിക്കുന്ന ആ സൂര്യഭഗവാൻ ഷടാധാരങ്ങളിലൂടെ മേലോട്ടേക്ക് കടന്ന് മുകളിലോട്ട് ബ്രഹ്മസ്വരൂപമായി ഉയർന്നു നിൽക്കുന്നു. സഹസ്രാരത്തിൽ ശിവശക്തി മേളനമായി നിൽക്കുന്നു. പിന്നീട് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. അവിടെ നിത്യസൂര്യൻ നിത്യപ്രകാശമായി വിലസുന്നു. നിശ്ചയമായും അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ദേവന്മാരെ ഈ സത്യപ്രസ്താവത്താൽ ഞാൻ ബ്രഹ്മമാകുന്ന സത്യത്തിൽ നിന്നും ഭ്രംശിക്കാതിരിക്കട്ടെ. കണ്ടോ, പ്രാർത്ഥനയാണ്. നിശ്ചയമായും അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ദേവന്മാരെ, ഈ സത്യപ്രസ്താവത്താൽ ഞാൻ ബ്രഹ്മമാകുന്ന സത്യത്തിൽ നിന്ന് ഭ്രംശിക്കാതിരിക്കട്ടെ. സൂര്യനെ സംബന്ധിച്ച് ഈ സത്യാവസ്ഥാമയമായ രഹസ്യം അറിയുന്നവന് ഉദയവുമില്ല, അസ്തമയവുമില്ല. അവന് എപ്പോഴും പകൽ തന്നെ. അപ്പോൾ സൂര്യപഥം, സൂര്യൻ്റെ സഞ്ചാരമാർഗത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു സാധകന് എന്താണ്? സൂര്യൻ്റെ സത്യാവസ്ഥ അറിയുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഈ സൂര്യരഹസ്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഉദയവുമില്ല, അസ്തമയവുമില്ല. അവൻ എപ്പോഴും പകൽ തന്നെ, എപ്പോഴും ശിവബ്രഹ്മത്തിൽ തന്നെ ലയിച്ച് ശിവസായുജ്യത്തിൽ മുഴുകി കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും പകൽ മാത്രമേ ഉള്ളൂ, പകലല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ എപ്പോഴും സൂര്യൻ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു. സൂര്യൻ ദേവന്മാർക്ക് മധുവാണെന്ന് ഈ മധുജ്ഞാനം ബ്രഹ്മാവ് പ്രജാപതിയോടും പ്രജാപതി മനുവിനോടും മനു സന്താനങ്ങളോടും ഉപദേശിച്ചു. അതിനെ തന്നെ അരുണി തൻ്റെ മൂത്തപുത്രനായ ഉദാലകനോടും ഉപദേശിച്ചു. അപ്പോൾ അനേകം തലമുറകളിലൂടെ ഈ സൂര്യഹൃദയം നമുക്ക് പറഞ്ഞു തരികയാണ്. സൂര്യൻ്റെ സഞ്ചാരപഥം എങ്ങനെയാണെന്നും അങ്ങനെ പകലും രാത്രിയുമില്ലാത്ത നിത്യപ്രകാശത്തിൽ എങ്ങനെ സൂര്യനുമായി ഒന്നിച്ചു ചേർന്ന് ജീവിക്കാൻ കഴിയുമെന്നും ഈ സൂര്യമാർഗം, ഈ സൂര്യൻ്റെ ആദിത്യനില നമുക്ക് തിരുമൂലദേവൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ യോഗശാസ്ത്രത്തിലെ അതിനിഗൂഢമായ ചില തലങ്ങളാണ്. അതിനെ ഞാൻ ഒന്നുകൂടി സംഗ്രഹിച്ച് പറയാം. അതായത് കീഴാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് പൃഥ്വിതത്വത്തിനും അതേപോലെ തന്നെ അഗ്നിതത്വത്തിനും ഇടയിൽ ഉദിച്ചു നിൽക്കുന്ന ആ കുണ്ടലിനി ശക്തിയാകുന്ന സൂര്യൻ ഷടാധാരങ്ങളിലൂടെ മേലോട്ട് കയറി സഹസ്രാരത്തിൽ ശിവശക്തി മേളനമായി പരിണമിക്കുന്നു. അവിടെ ഉദയവുമില്ല, അസ്തമയവുമില്ല, നിത്യാനന്ദം മാത്രമേ ഉള്ളൂ. ഇതാണ് യോഗശാസ്ത്ര രഹസ്യം.
ഇതാണ് സൂര്യൻ്റെ സഞ്ചാരപഥം എന്താണ് എന്ന് സാധകൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ സഞ്ചാരപഥം എന്താണ് എന്ന് കണ്ടെത്തുകയും അതിലൂടെ വ്യക്തി യാത്ര ചെയ്യുകയും ചെയ്താൽ ഈ സൂര്യഹൃദയത്തെ അയാൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതോടെ പകലും രാത്രിയുമില്ലാത്ത നിത്യപ്രകാശത്തിൽ ലയിച്ചു ചേരാനും സാധകന് കഴിയും. ഇതിനെയാണ് മോക്ഷം, നിർവൃതി, പരമാനന്ദം, ശിവാനന്ദം എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് ഒരു സാധകന് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് തിരുമൂലദേവൻ നമ്മളോട് ഇവിടെ പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.